ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷൂസ് വ്ളോഗിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെയും എൻ്റെ അമ്മാവനുമായും എനിക്കുണ്ടായ ഒരനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ താല്പര്യമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് അടിച്ച് പോവുക. ഇതുപോലത്തെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ ഒരു ദിവസം എൻ്റെ സുഹൃത്ത് ഗൗരിയെയും കൂട്ടി ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു വയസ്സായൊരുത്തൻ എന്നെ ഒരു മാതിരി നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കാരണം ഒരമ്മാവനല്ലേ. എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ആദ്യം തന്നെ അങ്ങോട്ട് നോക്കി ചിരിക്കുകയാണ്. അതായത് ഒരു വയസ്സായാൾ നമ്മളോട് ചിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് ചിരിക്കുമല്ലോ. അതേപോലെ ഞാൻ അങ്ങോട്ട് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം പിന്നെ എന്നെ കണ്ണെടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ഉപ്പിലിട്ടതും പൈനാപ്പിളും നെല്ലിക്കയും മാങ്ങയും ഒക്കെ തിന്നുമ്പോൾ ഇയാൾ എന്നെ നോക്കി ഇങ്ങനെ വെള്ളറക്കാണ്. അപ്പോൾ എനിക്ക് എവിടെയോ എന്തൊക്കെയോ പോലെ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിക്കാം. അങ്ങനെ അദ്ദേഹത്തോടത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ മോളെ, അങ്ങനെയല്ല, എനിക്ക് നിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചു, അതിന് എന്നെ ഇഷ്ടപ്പെട്ടെന്നോ? അയ്യോ അങ്ങനെയല്ല, എനിക്കൊരു മോനുണ്ട്. ആ മോന് വേണ്ടി നിന്നെ ആലോചിച്ചാൽ എനിക്കൊന്ന് കൊള്ളാമായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ ഞാനത് കാര്യമാക്കില്ല, കാരണം എല്ലാ കല്യാണത്തിന് പോകുന്ന പെൺകുട്ടികൾക്ക് ഒരു സ്ഥിരം വരുന്ന ഒരു സംഭവമാണ് കല്യാണാലോചന എന്ന് പറയുന്നത്. ഞാനതുകൊണ്ട് തന്നെ അത് ആ ഒരു എടുത്ത് ഞാനത് സില്ലിയാക്കിയതാണ്. ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അതായിരുന്നോ, അതിനായിരുന്നോ? ആ, ഞാൻ അമ്മയോടല്ലേ ചോദിക്കണ്ടേ, എന്നോട് ചോദിച്ചത് എന്ത് കാര്യം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിനെ സമാധാനപ്പെടുത്തി ഞാൻ അദ്ദേഹം കാണാത്ത രീതിയിൽ അങ്ങ് ദൂരെ പോയിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ചൂട് വെള്ളത്തിൽ നല്ലൊരു കുളിയൊക്കെ പാസ്സായി. നല്ല ക്ഷീണമായിട്ട് വന്ന് ആ ചൂടുവെള്ളത്തിൽ കുളിച്ച് പിന്നെ ആ റൂമിൽ AC ഇട്ട് പുതപ്പും പൊതച്ച് ഒരു കിടത്തുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, അതിൻ്റെ അത്ര ഫീലിങ്സ് ഒന്നും വേറെ ഒന്നിനും കിട്ടൂല. അങ്ങനെ ഞാൻ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. അങ്ങനെ ഞാൻ ഈ കോളേജിൽ പോകുന്ന ടൈം, അതായത് ഈ കാര്യം കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബുള്ളറ്റിൽ ആരുടെയോ പിറകിലിരുന്ന് വരുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ പയ്യനെ കണ്ട് അമ്പരന്ന് പോയി. അതായത് ഇജാതി ലുക്ക് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗേൾസിന് വേണ്ടതുപോലെ നല്ല ചെസ്റ്റും നല്ല മസിലും ഒക്കെ തന്നെയുള്ള ഒരു പയ്യൻ. അവനായിരുന്നു ബുള്ളറ്റ് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ ആ മുത്തശ്ശൻ എന്നെ കാണുമ്പോൾ തന്നെ അവിടെ നിർത്തി. എവിടെയാ മോളെ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പോവാണ്. അയ്യോ, ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞു, അതെ. അങ്ങനെ ഞാൻ ആ ബുള്ളറ്റിലുള്ളവനെ ഇങ്ങനെ തന്നെ നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ പോവാലേ എന്ന് പറയുമ്പോൾ പൊന്നു മക്കളെ, എൻ്റെ കിളി പോയി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഈ അച്ഛൻ അന്ന് അമ്പലത്തിൽ എന്നോട് എൻ്റെ മോനിക്ക് വേണ്ടി ആലോചിക്കാം എന്ന് പറഞ്ഞത് ഈ മോനിക്ക് വേണ്ടി ആവണേ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അതിനുശേഷം ആ മുത്തശ്ശനെ ഞാൻ അധികവും ആ ബസ് സ്റ്റാൻഡിൽ കാണാൻ തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടം തുടങ്ങി. അതായത് ആ മുത്തശ്ശനോട് ഞാൻ എൻ്റെ ഇഷ്ടം കാണിച്ചു. പക്ഷേ മുത്തശ്ശനോടല്ല, എനിക്ക് ആ മകനെ കിട്ടാൻ വേണ്ടി. എങ്ങനെയെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സിലുള്ളത് ആരാണ്, ഏത് മകനാണ് എന്നുള്ളതും കൂടെ എനിക്കൊന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നല്ല മഴയായിരുന്നു. അവിടെ ആണെങ്കിൽ ആരും തന്നെ എന്നെ ബസ് സ്റ്റാൻഡിൽ കൂട്ടാനില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ബൈക്ക് ഓട്ടാനൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുമ്പോഴേക്കും അതേ ബസ്സിൽ പിറകിൽ നിന്നും ഈ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടയിൽ അദ്ദേഹം എന്നെ കൂട്ടുകയാണ്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടയിലോട്ട് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ ഇവിടതായി എനിക്ക് തടയുന്നത് പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, കാരണം നല്ല മഴയായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ബാഗിന് കൊള്ളുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് പറ്റിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹം അത് മുതലാക്കുന്നുണ്ടായിരുന്നോ എന്നെനിക്കൊരു ഡൗട്ട്. പക്ഷേ എനിക്കാണെങ്കിൽ അതൊന്നും നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ചരമഴ, പിന്നെ എൻ്റെ ബുക്കും എൻ്റെ യൂണിഫോമും എൻ്റെ ഷാളും ഒക്കെ തന്നെ എനിക്ക് നോക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ മുത്തശ്ശനെയും കെട്ടിപ്പിടിച്ച് എൻ്റെ വീട്ടിൻ്റെ അരികിലോട്ടേക്ക് ആ മുത്തശ്ശനെ എന്നെ ആക്കി വിട്ടു. പിറ്റേ ദിവസം മുത്തശ്ശൻ എന്നോട് പറഞ്ഞു, എന്നെ ഡെയിലി ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുന്ന മോനില്ലേ? ഞാൻ പറഞ്ഞു, അവൻ്റെ പേരെന്താണെന്ന് അറിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല.
അവൻ്റെ പേരാണ് അനന്തു. അവനെ നിന്നെ ആലോചിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ മോക്ക് അവന് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാതെയില്ല, എന്നാലും എൻ്റെ അമ്മയല്ലേ പറയേണ്ടത്, ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, എന്നാൽ ഞാൻ ഇന്ന് വരാം. അയ്യോ ഇന്ന് വേണ്ട, ഇന്ന് ഞായറാഴ്ച അല്ലേ, നാളെ തിങ്കളാഴ്ച ഞാൻ കോളേജിൽ പോകുന്ന ടൈം അച്ഛൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മയോട് ചോദിച്ചാൽ മതി. ഞാൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം എൻ്റെ അമ്മ അറിയാൻ പാടില്ല. അങ്ങനെ പതിവ് പോലെ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അമ്മയോട് പറയുകയാണ്, അതായത് എനിക്ക് ഇങ്ങനൊരു മകനുണ്ട്, അവന് അത്യാവശ്യം നല്ല ജോലിയുണ്ട്, അതായത് തൻ്റെ മകളെ നോക്കാൻ മാത്രമുള്ള ജോലിയൊക്കെ അവനുണ്ട്, അവന് നിന്റെ മോളെ പൊന്നു പോലെ നോക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഒന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല, അവളുടെ അച്ഛനാണ്. അവളുടെ അച്ഛനോട് ചോദിച്ച് അച്ഛൻ എന്താണ് പറയുന്നത് എന്ന് നോക്കി ഞാൻ പറയാം. ഒന്നാമത് ഇതിന് ചാൻസ് ഇല്ല, കാരണം ഒറ്റ മകളല്ല. അതുകൊണ്ട് അവളുടെ അച്ഛന് അവളെ വേഗം തന്നെ കല്യാണം കഴിച്ച് അയക്കാൻ വേണ്ടി ഒട്ടും താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം, നിങ്ങളൊന്ന് ആദ്യം വിളിച്ച് ചോദിക്കും. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ നമ്പറും കൊടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് നമ്പർ കൊടുക്കുകയാണ്. അദ്ദേഹം വിളിച്ചു, എൻ്റെ അച്ഛനോട് ചോദിച്ചു, ഒക്കെ സെറ്റായി. അങ്ങനെ നമ്മൾ രണ്ടുപേരുടെ കല്യാണം ഒക്കെ തന്നെ കഴിഞ്ഞു. ഇത് അവനല്ല, അവൻ്റെ അച്ഛൻ. അങ്ങനെ അവൾ വിചാരിക്കുന്നത് പോലുള്ള ഒരു ലൈഫ് അവൾക്ക് കിട്ടുകയാണ്. പിന്നീട് അവൾക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അതായത് അവൻ്റെ അമ്മയുടെ സ്വഭാവം ആകെ മാറുകയാണ്. അതായത് ഈ അച്ഛന് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ഇവളുടെ അമ്മയ്ക്ക്, അതായത് ഇവന് ഒരു അനിയത്തിയുണ്ട്, അവൾക്ക് ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല, എന്നോട് അമിതമായ ഇഷ്ടം. ഞാനാണെങ്കിൽ എൻ്റെ ബോഡി കെയർ ആക്കും, എൻ്റെ ഹെയർ കെയർ ആക്കും, എൻ്റെ പിരികവും ചുണ്ടും ഒക്കെ തന്നെ നല്ല രീതിയിൽ നോക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛന് എന്നെ എത്തി നോക്കുന്നതും ചുണ്ടിങ്ങനെ കടിക്കുന്നതും ഒക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ വലിയ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് ഇതെനിക്കൊരു കാര്യമായി തോന്നി. അങ്ങനെ അച്ഛൻ എന്നോട് ഒരാഗ്രഹം ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ മകന് വേണ്ടിയിട്ടല്ല, അച്ഛൻ എന്നോടൊരു താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം അച്ഛൻ എന്നോട് പറയുമ്പോൾ എൻ്റെ കിളി മുഴുവനും പോവുകയാണ്. ഇത് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ കണ്ട അച്ഛൻ തന്നെയാണോ? അപ്പം എനിക്ക് മനസ്സിലായി, അന്ന് ബസ് സ്റ്റാൻഡിൽ ഇയാൾ എന്നെ പിടിച്ചതും ഒന്നും വെറുതെ അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ അച്ഛന് എന്നോട് ആഗ്രഹിച്ച കാര്യം, അതായത് അച്ഛൻ എന്താണോ വേണമെന്ന് പറഞ്ഞത്, അതൊരു ദിവസം ഞാൻ അച്ഛന് നൽകുകയാണ്. അതായത് അച്ഛൻ്റെ മകനെയും കാട്ടിയും 100 ഇരട്ടി പവറായിരുന്നു അച്ഛൻ എന്ന് പറയുന്നത്. അതായത് എന്നെ സ്വർഗം തന്നെ, എനിക്കന്ന് സ്വർഗം തന്നെയായിരുന്നു അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം. പിന്നീട് ഇത് നമ്മൾ തുടർന്നു കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതായത് ആരുമില്ലാത്ത ടൈമിൽ ഞാൻ പറയും എനിക്ക് വയറുവേദന, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കഥകൾ പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങളെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഞാൻ പറയണ്ടല്ലോ. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവരും നല്ല രീതിയിൽ ഉറങ്ങും. അമ്മാതിരിയുള്ള ഒരു ബെനിഫിറ്റുള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് നിങ്ങളെപ്പോലുള്ളവർക്ക് ടൈം പാസിനും ഒക്കെ തന്നെ, കുറച്ച് വയസ്സായമാർക്ക് കുറച്ച് കൂടുതൽ രസിക്കാനും ഒക്കെ തന്നെ ഉള്ളതായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ 500 രൂപ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. താല്പര്യമുള്ളവർ ഇപ്പം തന്നെ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ അപ്പം തന്നെ ഒരു സ്കാനർ ഇടും, അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾ ഉടനെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട പോലെ സുഖിക്കാനുള്ള എല്ലാം തന്നെ അതിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും മെസ്സേജ് അയക്കുക. എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയും കഥയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ പോലുള്ളവരെ കുഞ്ഞു സപ്പോർട്ടാണ് നമ്മളെ പോലുള്ളവർക്ക് ഡെയിലി ഇതുപോലുള്ള കഥകൾ ഇടാനൊരു താല്പര്യം വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.